ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ പുകിലായിരുന്നു. സിനിമ ഇറങ്ങിയാൽ ഫ്ലോപ്പാവും. ക്രിസ്റ്റഫർ നോളൻ്റെ ഏറ്റവും വലിയ ഫ്ലോപ്പാണ് വരാൻ പോകുന്നത്. സിനിമ മൊത്തം വോക്ക് കൾച്ചർ കുത്തിക്കയറ്റുന്നു. കാസ്റ്റിംഗ് പോരാ, കോസ്റ്റ്യൂം ഡിസൈനിങ് പോരാ. യൂട്യൂബിൻ്റെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും കൂടുതലും ഡിസ്ലൈക്സ് കിട്ടിയിട്ടുള്ള മൂവി ട്രെയിലർ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ഹെയ്റ്റാണ് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നതെന്ന്. പക്ഷെ ആ ഒരു എല്ലാ ഹെയ്റ്റും ഒരൊറ്റ ദിവസം കൊണ്ട്, അതായത് സിനിമയുടെ റിലീസ് ഡേറ്റിൽ തന്നെ പുള്ളിക്കാരനങ്ങ് തീർത്തു കൊടുത്തു, ആട്ടിച്ചണ്ണാക്കി നിറച്ചു കൊടുത്തു. ഇതാണ് മറുപടി. അതായത് ആ സിനിമ കണ്ടിറങ്ങുന്ന എത്ര വലിയ ഹെയ്റ്റർ ആണെങ്കിലും കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തോട്ട് വരുമ്പം ഉണ്ടാവുന്നൊരു ഫീലുണ്ട്. അത് ഞാൻ പറഞ്ഞു തരണ്ട, ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ പോയി കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം അങ്ങേരെ ഒരു കാരണവശാലും നമുക്ക് സംശയിക്കാൻ പറ്റത്തില്ല. ഇതിനു മുൻപ് പല ജോണേഴ്സും എടുത്ത് വേറെ ലെവലിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു വെച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് അങ്ങേര്. സയൻസ് ഫിക്ഷൻ ആണെങ്കിൽ സയൻസ് ഫിക്ഷൻ, ബയോപിക്, സൂപ്പർ ഹീറോ കാറ്റഗറിയിൽ പെടുന്ന മൂവി, വാർ ബേസ്ഡ് ആയിട്ടുള്ള മൂവി, ഇപ്പോൾ ഇതേ ഒരു മെഡീവിയൽ ഫാൻറ്റസി അല്ലെങ്കിൽ എപ്പിക് ഫാൻറ്റസി മൂവി എന്നുള്ള സംഭവം അതിൻ്റെ പീക്കസ്റ്റ് ലെവലിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ടെക്നോളജിയിലൂടെയാണ് ആ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും മസ്റ്റായിട്ടും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് ട്രൈ ചെയ്യുക. ആ ഒരു ഒഡീസി എന്ന് പറയുന്ന സംഭവം, ഹോമറിൻ്റെ ഒഡീസി എന്ന് പറയുന്ന സംഭവം ക്രിസ്റ്റഫർ നോളൻ തൻ്റെ വിഷനിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴത്തേനും ആസ് എ പ്രേക്ഷകൻ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ സാധനം ഐമാക്സിലും കൂടെയാണ് പോയി കാണുന്നതെന്നുണ്ടെങ്കിൽ പൈസ വസൂലെന്നല്ല പറയുന്നത്, ലൈഫ് ടൈം സെറ്റിൽമെൻറ്റാ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും.